നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ക്ഷീണത്തിന് പുറകിൽ പല കാരണങ്ങളും ഉണ്ടാകാം. ശാരീരികമായും മാനസികവുമായ പല കാരണങ്ങളും അതിന്റെ പുറകിലുണ്ടാകാം. ഇന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന, ബലമില്ലാത്തവന് ബലം നൽകുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: നിനക്കറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല, അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. പ്രിയ ദൈവത്തിലെ ഈ ദൈവത്തെ ഒന്ന് രുചിച്ചറിയുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഭയങ്ങൾ, അതിന്റെ പുറകിലുള്ള ശത്രുവിന്റെ തന്ത്രങ്ങൾ, അകാരണമായ ഭീതി, ഇതിനെയെല്ലാം ഓവർകം ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു സർവശക്തനുണ്ട് എന്ന് ഞാൻ ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരാലും കൈവിടുമ്പോൾ നാം ശ്രമിച്ച് പരാജയപ്പെട്ട് മുന്നേറുവാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിലും ഇന്ന് നിങ്ങളെ സഹായിക്കുവാൻ കഴിയുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന, ശക്തീകരിക്കുന്ന യേശുവിന്റെ ചാരെ നിങ്ങൾ കടന്നു വരുന്നെങ്കിൽ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് പ്രിയ ദൈവത്തിലെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ കാണുവാൻ പോകുകയാണ്. പലപ്പോഴും നിന്നെ ഒന്നിനും കൊള്ളുകയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഇടങ്ങളിലും, ഇല്ല ഇവൻ ഇനിയും സക്സസ് ആകാൻ പോകുന്നില്ല എന്ന് കൂടെയുള്ളവർ വിധിക്കുമ്പോഴും യേശുവിനോട് ചേർന്ന് നീ ജീവിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് വിജയം കാണുവാൻ കഴിയും. നീ കടന്നു പോകുന്ന മേഖലകളിൽ നീ ഒരു അനുഗ്രഹമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറം പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ആ യേശു ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് കൊണ്ട് യേശുവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന സകല വ്യക്തി ജീവിതങ്ങളിലും ദൈവിക പ്രവൃത്തി വെളിപ്പെടുന്നത് കാണുവാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതം ചെയ്യുവാൻ അവൻ മതിയായവനാണ്. ദൈവസമാധാനം കൊണ്ട് നിറയ്ക്കുവാൻ അവൻ മതിയായവനാണ്. കഴിഞ്ഞ നാളുകളിൽ നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് വിലപിക്കാതെ, അടഞ്ഞുപോയ വാതിലിന്റെ മുമ്പാകെ കിടന്ന് നിലവിളിക്കാതെ ജീവിക്കുന്ന യേശുവിന്റെ മുഖത്തേക്ക് നീ നോക്കുവാൻ തയ്യാറാണെങ്കിൽ യേശു നിങ്ങൾക്ക് വേണ്ടി പുതുവഴികൾ തുറക്കും. ഈ ലോകത്ത് നമ്മെ വിജയകരമായി ജീവിപ്പാൻ സഹായിക്കും എന്നതിലുപരി നിത്യതയിലേക്ക് നമ്മെ ഒരുക്കുന്ന ദൈവസാന്നിധ്യം നാം ഒരിക്കലും അവഗണിക്കരുത്. ദൈവത്തോട് ചേർന്നുള്ള യാത്രയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി നിങ്ങൾക്ക് കാണുവാൻ കഴിയും. പലപ്പോഴും മാനുഷിക ചിന്തയിൽ നാം അസാധ്യമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ സ്മൂത്തായി നടക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഒരുപക്ഷെ ആരോടും നിങ്ങളുടെ ഹൃദയത്തിലുള്ള ചിന്തകൾ പറയുവാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. നിങ്ങളെ വേദനിപ്പിക്കുന്ന വിഷയങ്ങൾ ഷെയർ ചെയ്യുവാൻ കഴിഞ്ഞുകൊള്ളണം എന്ന് വരികയില്ല. എന്നാൽ ഈ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ ദൈവത്തിന്റെ കരത്തിൽ കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ പ്രിയ ദൈവത്തിലെ ദൈവിക ഇടപെടലുകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ എത്ര വലിയതാണെങ്കിലും അതിന്റെ നടുവിൽ നീക്കുപോക്ക് തരുവാൻ മതിയായ യേശുവിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ധൈര്യമായിരിക്കണം. ഒരു ശത്രുവിനും എന്നെ തൊടുവാൻ കഴിയുകയില്ല, എന്റെ കൂടെ യേശു ഉണ്ട് എന്ന് പറയത്തക്ക വിധത്തിൽ നിങ്ങൾ ബോൾഡ് ആകണമെന്ന്, നിങ്ങൾ ധൈര്യം പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അകല ചരാചരങ്ങളെ ഒറ്റ വാക്കിൽ ഉളവാക്കിയവനാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്നവനാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ആയതുകൊണ്ട് തന്നെ ശത്രുവിന്റെ ഒരു തന്ത്രത്തിനും നിങ്ങളെ ജയിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന നിങ്ങൾ ഒരു വലിയ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ പോകുകയാണ്. ധൈര്യമായിരിക്കണം. മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്ന ചിന്തകളെ എടുത്ത് വെളിയിൽ കളയണം. ഇല്ല, നിങ്ങൾ ഭാരപ്പെടുന്നത് പോലെ, ഭയപ്പെടുന്നത് പോലെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം യേശുവാണ് നിങ്ങളുടെ കൂടെയുള്ളത്. വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. പ്രിയ ദൈവത്തിലെ സ്വന്തം രക്തം കൊടുത്ത് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ ആ ദൈവത്തിന്റെ പരിപാലനം തീർച്ചയായും നിങ്ങൾ അനുഭവിക്കും. നമ്മുടെ പ്രയത്നം കൊണ്ട് ലഭിക്കാതിരുന്ന രക്ഷ, നിത്യജീവൻ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് സാധ്യമാക്കിയെങ്കിൽ ആ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന് ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ ദൈവിക സമാധാനം നിങ്ങൾ അനുഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണും. എന്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഈ ജീവിക്കുന്ന യേശുവിന്റെ കരുതൽ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഞാനിത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ധൈര്യമായിരിക്കണം. അവൻ ക്ഷീണിച്ചിരിക്കുന്നവനെ ശക്തി നൽകുന്ന ദൈവമാണ്. ബലമില്ലാത്തവന് ബലം നൽകുന്ന ദൈവമാണ്. ചതഞ്ഞ ഓട ഒടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ. പ്രിയ ദൈവത്തിലെ അവൻ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. യേശുവിന്റെ അടുക്കിലേക്ക് ഒന്ന് അടുത്തുക. ആ ദൈവ സാന്നിധ്യത്താൽ ഒന്ന് ശക്തിപ്പെട്, ഒന്ന് ബലം പ്രാപിക്ക്. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ബാല്യക്കാർ ക്ഷീണിച്ചു പോകുമ്പോഴും യൗവനക്കാർ ഇടറി വീഴുമ്പോഴും ദൈവത്തെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. ഹല്ലേലൂയ. യേശു നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിൽ യേശുവിന്റെ പ്രവൃത്തി തീർച്ചയായും നിങ്ങൾ കാണുവാൻ പോകുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ലേഖനങ്ങളിൽ പലയിടങ്ങളിലും അധൈര്യപ്പെടാതെ ധൈര്യമായിരിക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് ഏൽപ്പിച്ചു കൊടുക്ക്, പുതു മനുഷ്യൻ
മനുഷ്യനായി തീര്, ദൈവാത്മാവിനാൽ ശക്തിപ്പെട് എന്ന് പറയുന്ന പല ഭാഗങ്ങളും നമുക്ക് കാണുവാൻ കഴിയും. എല്ലാ സാധ്യതകളും അസ്തമിച്ചാലും യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും ക്ഷീണിതനാകുവാൻ, ബലം ക്ഷയിച്ചവനാകുവാൻ ഈ ദൈവം അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിച്ചാട്ട്. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുക. കൂടെയുള്ളവർ ഇത് നടക്കത്തില്ല എന്ന് പറയുന്നത് കേട്ട് ഭാരപ്പെടാതെ, വൈദ്യശാസ്ത്രം ഇമ്പോസിബിൾ ആണെന്ന് പറയുന്നത് കേട്ട് ഭാരപ്പെടാതെ, നിങ്ങളെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കണ്ട ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കരത്തിലേക്ക് നിങ്ങളുടെ വിഷയങ്ങളെ ഒന്ന് കൊടുക്കുക. ആ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. യേശുവേ, എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ, എന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പറയുന്നെങ്കിൽ യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. തീർച്ച ആ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തെ ദേശത്തൊരു സാക്ഷ്യമാക്കി മാറ്റും. വീണ്ടും ഓർമ്മിപ്പിക്കുകയാ, കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയതിനെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. യേശുവിന്റെ മുമ്പാകെ ഒന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ അവൻ നിങ്ങളെ ശക്തീകരിക്കും. കുറ്റപ്പെടുത്തുന്നവർ, ഒറ്റപ്പെടുത്തുന്നവർ ചുറ്റും നിൽക്കുമ്പോഴും യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഭാരപ്പെടേണ്ട. ദൈവത്തിന്റെ കരത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ്. ആ മനസ്സിന്റെ ക്ഷീണവും ആ മടുപ്പും ഒക്കെ ഒന്ന് എടുത്ത് വെളികളയണം. ഈ ലോകത്ത് ദൈവം നിങ്ങൾക്ക് തന്ന ആയുസ് സന്തോഷത്തോടെ നിങ്ങൾ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കരം പിടിച്ച് നിങ്ങളെ വഴി നടത്തുന്ന യേശുവിനെ നിങ്ങൾ കാണാതെ പോകില്ല. യേശുവിന്റെ സാന്നിധ്യത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുക. തീർച്ചയായും ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോവുകയാണ്. നിങ്ങൾ ധൈര്യമായിരിക്കണം. ചിരിച്ച് സന്തോഷത്തോടെ എന്റെ യേശു ഉണ്ട് എന്റെ കൂടെ എന്ന് പറയണം. ഹല്ലേലൂയ. നിങ്ങളുടെ ചിരിച്ച മുഖം കാണാനാ ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കാനാ ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടച്ചാട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ബലം നഷ്ടപ്പെട്ട് ക്ഷീണത്തിൽ, ഭയത്തിൽ, പ്രയാസത്തിലായിരിക്കുന്ന ദൈവജനത്തെ സൗഖ്യമാക്കുന്ന, ബലപ്പെടുത്തുന്ന, ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഈ ദൈവജനം അനുഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. അനുഗ്രഹമാകട്ടെ. സകല മനമഹത്വം അങ്ങേക്ക്, സകല നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവവേദലേ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവിക സന്തോഷം കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കാൻ പോകുകയാണ്. ദൈവസമാധാനം നിങ്ങൾ അനുഭവിക്കും. ദൈവിക കരുതൽ നിങ്ങൾ കാണും. തീർച്ച ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.